റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ഫ്ലാഷ് ബാക്ക്. നസീർ സാറ് മനസ്സ് വിഷമിച്ചാ മരിച്ചെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും കാലത്ത് മേക്കപ്പ് ഇട്ട് ഇറങ്ങുമെന്ന് പറയണത്. കാരണം സിനിമയില്ല. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നടിച്ചു മാറ്റിയതാ. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളെ കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. മമ്മി സെഞ്ചുറി എടുത്ത് ഈ ടിനി ടോം പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് മണിയമ്പിള്ള രാജു എനിക്ക് പറഞ്ഞു തന്നത്. ആ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഇല്ല. അതായത് ഞാൻ ഇവനൊന്നും നസൂസിനെ കണ്ടിട്ട് പോലുമില്ല. ഈ ടിനി ടോം മണ്ടത്തനങ്ങൾ പറഞ്ഞ് മുമ്പ് വിവാദങ്ങളിൽ ചെന്നപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തിനിങ്ങനെ ഇത്രയും മഹാന ഒരാളിനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയും. ഇവന് ഭ്രാന്താണെന്ന് കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? പിൻവലിച്ച് മാപ്പ് പറയാൻ പറയണം. നസൂസാന്ന് അങ്ങനെയല്ല. പ്രേം നസീർ ആരാധകരും സിനിമാ പ്രവർത്തകരും പൊങ്കാലയുമായി എത്തിയതോടെ നിരുപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കക്ഷി. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. ഇവന് അഹങ്കാരം തലക്ക് കയറിയതാണ്. എന്ത് ചെയ്യാൻ സാധിക്കും?